ഒരു ഉച്ചര ആയപ്പോഴേക്കും കണ്ണൊക്കെ വിരിഞ്ഞ് ഇങ്ങനെ ആദ്യം കാണുന്ന രംഗം സവാള നല്ല കുനുകുനാക്കുന്ന ചേട്ടനെയാണ്. ഇതിവിടെ എല്ലാ ഞായറാഴ്ച നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ചേട്ടൻ എന്തായാലും കിച്ചൺ കൈയടക്കിയ സ്ഥിതിക്ക് നമുക്ക് തുണിയെല്ലാം കൂടെ കൊണ്ട് വാഷ് ചെയ്യാനിടാം. ഏതെങ്കിലും ഒരു ജോലി മര്യാദയ്ക്ക് ഞാൻ തന്നെ ചെയ്ത് കണ്ടിരിക്കും ചത്താ മതി. ഈ തുണിയെല്ലാം അവിടെ കൊണ്ടിട്ടാലും എടുക്കാൻ മറക്കും. പിന്നെ ചേട്ടന്റെ പുറവേ നടന്ന് ഓർമ്മിപ്പിക്കണം. എന്ത് ചെയ്യാനെന്ന് പറ. ആ മനുഷ്യന്റെ വിധി. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. സാധാരണ ഒരു ഞായറാഴ്ച ദിവസം രാവിലെ പോയി ആ വീക്കിലേക്കുള്ള സാധനമൊക്കെ വാങ്ങും. ചിലപ്പോൾ നമ്മൾ ഒരുമിച്ച് പോകും, അല്ലെ ചേട്ടൻ ഒറ്റയ്ക്ക് പോകും. ഇന്ന് ചേട്ടൻ ഒറ്റയ്ക്ക് പോയാണ് എല്ലാം വാങ്ങിയത്. പിന്നെ ഇന്ന് രാവിലെ തൊട്ടേ മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്ത് നിൽക്കുക. തണുത്ത സാധനം എത്ര കഴിച്ചാലും എനിക്ക് പനി വരില്ല. പക്ഷെ മഴയും കാണാൻ നിറഞ്ഞാൽ പിറ്റേന്ന് ഞാൻ കിടപ്പിലാവും. അതുകൊണ്ട് ഈ മഴ നനയാതെ വേണം നമുക്ക് ഡ്രസ്സ് കൊണ്ടിട്ട് തിരിച്ചു കയറാൻ. ഇനി വാങ്ങിയ സാധനങ്ങളെല്ലാം പെറുക്കി അതിന്റേതായ സ്ഥാനത്ത് കൊണ്ടുവെക്കുന്നതാണ് എന്റെ അടുത്ത ജോലി. അപ്പോഴും ചേട്ടൻ അവിടെ വലിയ കാര്യമായിട്ട് ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു വീഡിയോയിൽ ഫ്രിഡ്ജ് തുറന്ന് കാണിച്ചപ്പോൾ അതിലാരോ ചോദിച്ചാണ് ഇതെന്തോന്ന് മുട്ടക്കടയോ എന്ന്. ആ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന 3-4 കേസ് മുട്ട ഞാൻ ഒരുത്തി ഇങ്ങനെ തിന്നു തീർക്കുവാണെന്ന് നിങ്ങൾ ദയവ് ചെയ്ത് ചിന്തിക്കല്ലേ. എടാ അതിപ്പോ എല്ലാവരും വാങ്ങിക്കുന്ന മുട്ടയില്ല, അതാണ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞ ഞായറാഴ്ചയാണ് ഇവിടെ എല്ലാവരും സാധനം വാങ്ങുന്നത്. ആ വാങ്ങിച്ചതെല്ലാം കൂടെ ഫ്രിഡ്ജിൽ എവിടെ കുത്തിക്കയറ്റി വെക്കും ആലോചിച്ച് തന്നെ 1-2 മണിക്കൂർ പോകും. കാര്യം അതെടുത്ത് ഇവിടെ വെച്ച് ഇതെടുത്ത് അവിടെ വെച്ച് ആവശ്യമില്ലാത്ത എല്ലാം പറക്കി മാറ്റിയും വെച്ച് കഴിയുമ്പോഴേക്കും വൈകിട്ടാവും. ഇതിന്റെ ഇടയ്ക്കൂടെ ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അടുത്തുള്ള കഴിക്കാനും പൊക്കിക്കൊണ്ട് ദേവുമാണ്. ഇനി ബിരിയാണിയുടെ കൂടെ കഴിക്കുള്ള സാലഡ് ഉണ്ടാക്കണം. അകപ്പാടെ 2 കത്തിയുണ്ട്. അത് അന്വേഷിച്ച് ആ കിച്ചന് ചുറ്റും കിടന്ന് നടപ്പാ. എനിക്ക് സാലഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ചേട്ടന് നിർബന്ധമാണ്. അതിന്റെ ഇടയ്ക്ക് ഡോറും തുറന്നു നോക്കിയപ്പോഴേക്കും തേണ്ട കിടക്കുന്ന മത്തങ്ങ പോലത്തെ ഒരു സാധനം വീടിന്റെ ഫ്രണ്ടിൽ വലിയൊരു പെട്ടി പാമ്പേഴ്സ് ഇരിക്കുന്നു. ചേച്ചി എന്തായാലും നേരത്തെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കാണോ? അങ്ങനത്തെ ചിന്തകളൊന്നും നമ്മൾ മനസ്സിൽ പോലും കൊണ്ടുവരില്ല. നമ്മുടെ താഴത്തെ ഉള്ള ഒരു കുഞ്ഞു കൊച്ചുണ്ട്. അവർ ഓർഡർ ചെയ്യുന്ന സകലമാന സാധനങ്ങൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലാണ് കൊണ്ടുവെക്കുന്നത്. പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന ഫുഡൊക്കെ കഴിക്കുന്ന 2 ദിവസമാണ് ശനിയും ഞായറും. അപ്പൊ ഏതെങ്കിലും നല്ല സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ അതിരുന്ന് കാണും. പിന്നെ ഉണ്ടാക്കിയ ഫുഡെല്ലാം പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ ഇരുന്ന ചടങ്ങാണ് കാണുന്നത്. അതിനൂടെ നാളെ എനിക്ക് രാവിലെ കഴിക്കുള്ള ഫുഡ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം നാളെ രാവിലെ ചേച്ചി ഒരു പ്രത്യേക സ്ഥലത്ത് പോകുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പുറകെ പറയാം. പിന്നെ ആഹാരം കഴിച്ചില്ലെങ്കിൽ കുറെ ക്രീമൊക്കെ വാരി എനിക്ക് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ വയറൊക്കെ നിറഞ്ഞൊരു സന്തോഷമാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങും.